ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് മൊഡ്യൂളിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഫങ്ഷൻസും അതേപോലെ തന്നെ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, dy/dx ഈക്വൽ ടു 2y/x എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ കണ്ടീഷൻ തന്നിട്ടുള്ളത് y(0) ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷനും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ y(0) ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷനിൽ നമുക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് ഇതിനെ നമുക്ക് മാറ്റിയിട്ട് dy/2y ഈക്വൽ ടു dx/x എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? dy/y ഈസ് ഈക്വൽ ടു 2dx/x എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/yയുടെ ഇൻ്റഗ്രൽ എന്താണ്? log y ആണ്. ഇനി 2 കോൺസ്റ്റന്റ് ആണ്. 1/xന്റെ ഇൻ്റഗ്രൽ log x ആണ്. അതിൻ്റെ കൂടെ ഒരു c ആവശ്യമുണ്ട്. ആ c കോൺസ്റ്റന്റ് നമുക്ക് ഒരു log c ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ c എന്ന് പറയുന്നത് നമുക്ക് സിക്ക് പകരം നമ്മൾ log c സം കോൺസ്റ്റന്റ് നമുക്ക് എല്ലാം ലോഗിലായതുകൊണ്ട് അതിൽ ലോഗിൽ നമുക്ക് എടുക്കാം. അപ്പോൾ log y ഈസ് ഈക്വൽ ടു ലോഗിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? 2 log x, അതായത് log a raised to x-നെ നമുക്ക് x log a എന്ന് എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് 2 log x-നെ എങ്ങനെ എഴുതാം? log x² എന്ന് എഴുതാം പ്ലസ് log c എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ലോഗിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് log m പ്ലസ് log n. log m പ്ലസ് log n എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? log m n എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്നും നമുക്ക് log y ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? log c x² എന്ന് പറയാം. ഇനി രണ്ട് ഭാഗത്തും log ഉള്ളത് കൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ e⁻log y ഈസ് ഈക്വൽ ടു e⁻log c x² എന്ന് വരുന്നുണ്ടാവും. e⁻log y എന്ന് പറഞ്ഞാൽ നമുക്ക് y ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? c x² ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു c x² എന്ന് കിട്ടും. സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു c x² ആണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? y(0) ഈക്വൽ ടു 0 ആണ്. അതായത് x 0 ആവുന്ന സമയത്ത് y-യുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? y 0 ആകുമ്പോൾ എക്സും 0 ആണ്. അതായത് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും സിക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാല്യൂവിൻ്റെ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. സി നമുക്ക് ആർബിട്രറി ആയിട്ട് എന്തും ചൂസ് ചെയ്യാം. സി ആർബിട്രറി ആയിട്ട് എന്തും ചൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ സി ഈക്വൽ ടു 1 സൊല്യൂഷൻ ഉണ്ടാവും, സി ഈക്വൽ ടു 2 സൊല്യൂഷൻ ഉണ്ടാവും, സി ഈക്വൽ ടു 3 സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിക്ക് നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്ക് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് ഇതിന് നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻഡിജേഴ്സിൽ നിന്നും ഇൻഡിജേഴ്സിലേക്കാണ്. അവിടെ ബൈജക്ഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു -3, -2, -1, 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. അതേപോലെ നമുക്കിവിടെ -3, -2, -1, 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ് നമുക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x³ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതായത് എക്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x³ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? 1 1 ഓൺ 2 ആവണം അല്ലേ? 1 1 ആയിരിക്കണം. അതേപോലെ തന്നെ എന്തും ആയിരിക്കണം? ഓൺ 2 ആയിട്ട് നമുക്ക് വരണം. അപ്പോൾ ഓൺ 2 ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെറ്റിനകത്തുള്ള എല്ലാ എലിമെൻസുകൾക്കും ഇപ്പുറം നമുക്കൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ നോക്കുക, നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ എന്തുണ്ട്? 2 അവിടെ ഉണ്ട്. അപ്പോൾ 2ലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആവുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ എന്തായിരിക്കണം? 2 ആവണം. അപ്പോൾ x³ 2 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ക്യൂബ് റൂട്ട് ഓഫ് 2 ആയിരിക്കണം. ഈ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല? ഇൻഡിജേഴ്സിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ ഡിഫൈൻ ചെയ്ത ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു 2 എടുത്തു കഴിഞ്ഞാൽ ആ 2ന് നമുക്ക് ഇവിടെ എന്തുണ്ടാവില്ല? ഒരു പ്രീ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ 2ന് നമുക്ക് നോ പ്രീ ഇമേജ് ആയതുകൊണ്ട് തന്നെ, അവിടെ പ്രീ ഇമേജ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എന്തായിരിക്കില്ല? ഈ ഒരു ഫംഗ്ഷൻ ഓൺ 2 ആയിരിക്കില്ല. അപ്പോൾ നോട്ട് ഓൺ 2 എന്ന് നമുക്ക് പറയാം.
ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണ്. 1 2 അല്ലെങ്കിൽ അതെന്തായിരിക്കില്ല, ബൈജക്ഷൻ ആവില്ല. ഇനി രണ്ടാമത്തെ നമുക്ക് എന്താണ്, നമുക്ക് ഓൺ ടു ആയിട്ട് പറയാം, അല്ലെങ്കിൽ 1 1 ആണ് ഓൺ ടു ആണെന്ന് പറയാം അല്ലേ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്താലും നമുക്ക് വൈ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എക്സിന് 1 കൊടുത്താൽ ഡിഫറെൻറ്റ് വാല്യൂ ആണ്, എക്സിന് 2 കൊടുത്താൽ ഡിഫറെൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു 1 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, എക്സ് വൺ പ്ലസ് 3 ഈക്വൽ ടു എക്സ് ടു പ്ലസ് 3 എന്ന് കിട്ടുന്നുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൽ നിന്നും എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് 1 1 ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഓക്കെ ആണ്. ഇനി ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രീ ഇമേജ് നമുക്ക് ഉണ്ടാവും. നമ്മുടെ ഇൻഡിജേഴ്സിനകത്തുള്ള രണ്ടാമത്തെ സെറ്റിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്കൊരു പ്രീ ഇമേജ് ഇവിടെ കിട്ടുന്നുണ്ടാവും. കാരണം നമ്മളിപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സിനെ നമുക്ക് എങ്ങനെ പറയാം, എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3 എന്ന് പറയാം. അപ്പോൾ ഏതൊരു y എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ 1 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ബൈജക്റ്റീവ് ആയിരിക്കും. ഓപ്ഷൻ ബി ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമ്മുടെ ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 3x പ്ലസ് 1 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2-നൊരു ഇമേജ് ഉണ്ടോ അല്ലെങ്കിൽ പ്രീ ഇമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആവുന്ന ഏതെങ്കിലും എക്സുകൾ ഉണ്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ 3x പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 1 ആണ്. അപ്പോൾ 3x പ്ലസ് 1 ഈക്വൽ ടു 2 ആവുന്ന എക്സുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 3x ഈസ് ഈക്വൽ ടു 1 എന്നും എക്സ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും 1/3 ആയിരിക്കും. എക്സ് 1/3 ആയാൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് 2 ഇമേജ് ആയിട്ട് വരുള്ളൂ. 1/3 എവിടെ ഇല്ല, ഇസഡിലില്ല, നമ്മുടെ ഡൊമൈനകത്തില്ല. ഡൊമൈനകത്ത് 1/3 ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഓൺ ടു ആയിരിക്കില്ല. കാരണം 2-നൊരു പ്രീ ഇമേജ് ഇല്ല. 2-ന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഓൺ ടു ആയിരിക്കില്ല. അപ്പോൾ നോട്ട് ഓൺ ടു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓൺ ടു അല്ലാത്തൊരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കില്ല. സോ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത് 4 ആയിരിക്കും. എഫ് ഓഫ് -1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ -1ൻ്റെ സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നതും എന്തായിരിക്കും, 4 ആയിരിക്കും. അതായത് 1-നും -1-നും ഒരേ ഇമേജ് ആണ് വരുന്നത്. അപ്പോൾ 1-നും -1-നും ഒരേ ഇമേജ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരിക്കലും എന്തായിരിക്കില്ല, 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. 1 1 അല്ലാത്തൊരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷനും ആയിരിക്കില്ല. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതായത് ഇഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ദെൻ എഫ് ഡിഫറൻഷ്യബിൾ. അത് അങ്ങനെയാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടല്ല, അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ ഇഫ് മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ എന്നാണ് പറഞ്ഞത്. അതായത് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ ആണെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിന് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എന്തെടുക്കാം, എക്സ് റാഷണൽ ആവുന്ന സമയത്ത് 1ഉം എസ് ഇറാഷണൽ ആവുന്ന സമയത്ത് -1ഉം എന്നുള്ള രീതിയിൽ ഒരു ഫംഗ്ഷൻ എടുക്കാം. ഈ ഒരു ഫംഗ്ഷൻ എവിടെയും കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ ആണല്ലോ അല്ലേ. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ മേലെയുള്ള ഫംഗ്ഷനും താഴെയുള്ള ഫംഗ്ഷനും ഈക്വൽ ആവണം. -1ഉം 1ഉം ഒരു കാലത്തും ഈക്വൽ ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തും ആയിരിക്കില്ല, ഡിഫറൻഷ്യബിളും ആയിരിക്കില്ല. അപ്പോൾ കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിളും അല്ലാത്തൊരു ഫംഗ്ഷനാണ് നമ്മൾ എടുത്തത്. എന്നാൽ അതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ, മോഡ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സ് റാഷണൽ ആണെങ്കിലും നമുക്ക് 1 ആണ്, എക്സ് ഇറാഷണൽ ആണെങ്കിലും 1 ആണെന്നുള്ള രീതിയിൽ നമുക്ക് മോഡുലസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസുകളൊക്കെ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ എഫ് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ഡസിൻ ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം.
അത് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എഫ് ഡിഫറൻഷ്യബിൾ ആവുന്നില്ല. സോ ഓപ്ഷൻ എ ഫോൾസ് ആണ്. മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എഫ് ഡിഫറൻഷ്യബിൾ ആവുന്നില്ല. ഇനി അടുത്തത്, എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, നമുക്ക് എക്സ് എടുക്കാം. ഈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളും ആണ്. ഇതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കുന്ന ഫംഗ്ഷൻ അല്ല. അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതിക്കൊണ്ട് നമുക്കിവിടെ പറയുന്നത് എന്താണ്, എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായിരിക്കില്ല, മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ഡസിൻ ഇംപ്ലൈസ് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് ഫോൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കുമോ? അതിന് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കൗണ്ടർ എക്സാമ്പിൾ മാത്രം മതി. എന്ന് പറയുന്നതിന് നമ്മൾ എടുത്തിട്ടുള്ള കൗണ്ടർ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ഇവിടെ മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ എഫ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. സോ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 + tan x ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക. ആ ഒരു ഐഡിയ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 + tan x എന്ന് പറയുന്നതിനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ടാവും, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് നമുക്ക് എന്താ വരുന്നുണ്ടാവുക, സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പം ഇവിടെ നമുക്ക് തന്നുള്ളത് ഇ റൈസ് ടു എക്സ് ബ്രാക്കറ്റിനകത്തുള്ളത് ഇത് നമ്മുടെ എഫും എഫിന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് ഡാഷും ആണ് നമുക്ക് വരുന്നത് അല്ലേ. സീക്ക് എക്സും സീക്ക് എക്സിന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള സീക്ക് എക്സ് ടാൻ എക്സും ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് പ്ലസ് എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. പ്ലസ് സി ഒരു കോൺസ്റ്റൻറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനും അതേപോലെ തന്നെ ഫംഗ്ഷൻസും കണ്ടിന്യൂറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റഗ്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്